എൻ്റെ പേര് ബേബി, വീട്ടുപേര് തേക്കുംകാട്ടിൽ, കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട മുണ്ടക്കയം വ്യാകുലമാത ഫൊറോന ഇടവക അംഗമാണ് ഞാൻ. ഇപ്പോൾ താമസിക്കുന്നത് മുണ്ടക്കയം ഈസ്റ്റ് അഥവാ 35 മൈൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് അമ്മയുടെ സഹായം, അമ്മയിലൂടെയുള്ള അനുഗ്രഹങ്ങൾ, ഈശോ തന്ന അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആയിരത്തി 1975 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ സൺഡേ സ്കൂളിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം ഇടയാക്കി. അങ്ങനെ മിഷൻ ലീഗ് പോലുള്ള സംഘടനകൾ, ഇടവകയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, ഈ തരത്തിൽ സഭയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം നേരത്തെ ചെറുപ്പത്തിലെ തന്നെ ഈശോ നൽകി. അങ്ങനെയുള്ള ആ കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചു, ഡിഗ്രി എടുത്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, കൊമേഴ്സിൽ PG കഴിഞ്ഞതിന് ശേഷം കാഞ്ഞിരപ്പള്ളി രൂപത നടത്തുന്ന യുവജ്യോതിസ് കോളേജിൽ, ഒരു പാരലൽ കോളേജായിരുന്നു, അവിടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനൊരു അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ ശുശ്രൂഷകളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ ധ്യാനങ്ങൾ, രൂപതയുടെ കീഴിൽ നടക്കുന്ന ധ്യാനങ്ങളിലൊക്കെ സഹായിക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളോടൊപ്പം നിന്ന് ജപമാല ചൊല്ലി, അത് മണൽ വിരിച്ച് അല്ലെങ്കിൽ മെറ്റിലയിൽ നിന്നുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. ഈ ജപമാല പ്രാർത്ഥനയിലൂടെ അമ്മ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത അനുഭവം കണ്ടപ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ശക്തി ഉണ്ടല്ലോ എന്നുള്ള തിരിച്ചറിവുണ്ടായി. അങ്ങനെ എനിക്കും സ്വയം ഈ മാതൃഭക്തിയിലേക്ക് വരുവാനായിട്ട് ഇടയായി. അതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ മാതൃഭക്തിയും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ 1986 വിവാഹം കഴിഞ്ഞു. അങ്ങനെ ജീവിത പങ്കാളി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നന്നായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് മുന്നോട്ട് ഇന്നുവരെ സഭയുടെ ശുശ്രൂഷകളും മറ്റ് ധ്യാനങ്ങളും ശുശ്രൂഷകളുമൊക്കെ ആയിട്ട് പോകുവാൻ അമ്മ സഹായിച്ചു. ഇന്നിപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ആനിമേഷൻ ടീമിൽ അംഗമാണ്. ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ ഇടവക ധ്യാനങ്ങളും കുട്ടികളുടെ ശുശ്രൂഷകളുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ജപമാല പ്രാർത്ഥനയിലൂടെ മാതാവ് ചെയ്ത ഈശോയുടെ കയ്യിൽ നിന്ന് അമ്മ വാങ്ങിച്ചു തന്ന അനുഗ്രഹങ്ങൾ, ഒട്ടേറെ വലിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കാൻ ഉണ്ട്. അവയെല്ലാം നിസ്സംശയം എനിക്ക് പറയാനായിട്ട് സാധിക്കും ഈ ജപമാല പ്രാർത്ഥനയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. അങ്ങനെ നിരന്തരമായിട്ട് ജപമാല ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാ അനുഭവം ജീവിതത്തിലുണ്ടായി. അതിനേറെ എന്നെ സഹായിച്ചത് എൻ്റെ ജീവിത പങ്കാളിയാണ്. ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ ജപമാല ഭക്തിയും പ്രാർത്ഥനയും ഒക്കെയാണ് ഒരു ശുശ്രൂഷകനായിട്ട് സഭയിൽ ഇന്ന് എന്നെ ദൈവം ഉയർത്തിയത്, മാതാവിലൂടെ എനിക്ക് ആ അനുഗ്രഹങ്ങൾ കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം, ഇവിടെ വന്നത് 22 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഞാൻ ജനിച്ചു വളർന്നത് കാഞ്ഞിരപ്പള്ളി രൂപതാതിർത്തിയിൽപ്പെട്ട, ഇവിടെ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ കിഴക്കോട്ട് മാറി തെക്കേമല എന്ന് പറയുന്ന ഇടവകയിലാണ്. അവിടെ ശരിക്കും ഞാൻ താമസിച്ചിരുന്ന പ്രദേശം, ആ സ്ഥലം വളരെ സൗകര്യം കുറഞ്ഞ സ്ഥലമായിരുന്നു. വലിയൊരു മലയുടെ താഴ്വാരത്തിലായിരുന്നു. അന്ന് ഇങ്ങനെ കുട്ടികളൊക്കെ അവിടെ നിന്നാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. യാത്രാ സൗകര്യം വളരെ കുറവുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ ജപമാലയിലൂടെ എനിക്കൊരു ബിസിനസ്സിലേക്കൊക്കെ കടന്നു വരാനായിട്ട് ദൈവം ഇടയാക്കി. അങ്ങനെ ഇടയാക്കി സാമ്പത്തികമായിട്ടൊക്കെ അല്പം മെച്ചം ഉണ്ടായ സമയത്ത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് താമസം മാറണം,
സൗകര്യമുള്ളൊരു സ്ഥലത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് ഞാനും ജീവിത പങ്കാളിയും കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അത് ജപമാല ചൊല്ലുന്നത് ശരിക്കും രാത്രി ഒരു 11 മണി ഒക്കെ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് സമ്പൂർണ്ണ ജപമാല ചൊല്ലി അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് ഈ ടൗണ്, ഇതിപ്പോൾ താമസിക്കുന്ന ഒരു ടൗണിലാണ്, ഇവിടുന്ന് കുറേ മാറിയൊക്കെയുള്ള സ്ഥലങ്ങളാണ് അന്ന് കണ്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തത്. പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവ് ഈ ടൗണിൽ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് വീടിനോട് ചേർന്ന് ഒരു ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇങ്ങനെ മനോഹരമായ ഒരു സ്ഥലം മാതാവ് ക്രമീകരിച്ചത് ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അമ്മയുടെ കരങ്ങളാണ് എന്ന് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്ഭുതകരമായിട്ടുള്ള ഇടപെടലാണ് ശരിക്കും ഇങ്ങനെയൊരു വീട് മാറ്റത്തിന് ദൈവം വഴിയൊരുക്കിയത്. അന്ന് ഇത്ര ഒരു സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വന്ന് സ്ഥലം വാങ്ങിക്കാനോ വീട് വെക്കാനോ ഉള്ള സാഹചര്യം ഇല്ലായിരുന്നെങ്കിലും അത് പല വഴികളിലൂടെ മാതാവ് അത് ക്രമീകരിച്ചത് ഇന്നും അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇപ്പോഴും അത് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം തന്നു. 2 ആണും 1 പെണ്ണും. മൂത്തയാൾ ലിബിൻ, രണ്ടാമത്തെ ആൾ ടിബിൻ, മൂന്നാമത്തെ മോള് ആൻമേരി. ഈ മക്കളുടെ വളർച്ചയിലും വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലുമൊക്കെ അവരെ മാതൃഭക്തിയിലേക്ക് വളർത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് മക്കളിൽ 3 പേരിൽ 2 പേർക്ക് ദൈവവിളി സ്വീകരിച്ച് സഭാ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങാനായിട്ട് മാതാവിൻ്റെ ജപമാല പ്രാർത്ഥനയിലൂടെ ഇടയാക്കിയത്. മൂത്തയാൾ ലിബിൻ CMI സഭയിൽ ഒരു വൈദികനായി ഇപ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞു. ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ ഫിലോസഫി ലൈസൻഷ്യേറ്റ് ചെയ്യുന്നു. ഇളയ മകള് ആൻമേരി MSMI സഭാ സമൂഹത്തിൽ, കൊളത്തുവയിൽ ഉള്ള MSFI സഭാ സമൂഹത്തിൽ സിസ്റ്ററായി ഇപ്പോൾ കോട്ടയത്ത് MOCയിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മകൻ ടിബിൻ എൻ്റെ കൂടെ ഉണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞായി വീട്ടിലുണ്ട്. ഈ കുട്ടികളുടെ എല്ലാം വളർച്ചയിൽ ജപമാല അവരുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒട്ടേറെ അനുഗ്രഹങ്ങൾ ജപമാല പ്രാർത്ഥനയിലൂടെ മാതാവ് തന്നിട്ടുണ്ട്. ശരിക്കും ഈ കുഞ്ഞുങ്ങൾ ജപമാല ഭക്തിയിലേക്ക് വളർന്നത് ഒരുപക്ഷെ നന്നായിട്ട് അച്ചടക്കത്തിൽ വളർത്തിയ എൻ്റെ ഫാദറായിരുന്നു. എൻ്റെ ഫാദറ് ശരിക്കും ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിപ്പിക്കുന്നതിൽ ഒത്തിരിയേറെ താല്പര്യമുള്ള ആളായിരുന്നു. അതായത് കൃത്യനിഷ്ഠ, കർക്കശക്കാരനായിരുന്നു, നല്ല മാതൃഭക്തനായിരുന്നു. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, മെയ് മാസ വണക്കം, ആ മെയ് മാസ വണക്ക പ്രാർത്ഥനയൊക്കെ കൃത്യമായിട്ട് വണക്കവാസം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇന്ന് ഇല്ലാത്തൊരു കാര്യം പഴയ ആളുകൾക്കറിയാം, ജപമാല വണക്കമാസത്തിൻ്റെ അവസാന ദിവസം വീട്ടിൽ ആഘോഷമായിട്ട് പായസം വെക്കുക, പടക്കം പൊട്ടിക്കുക, വലിയ ആഘോഷമായിട്ട് നടത്തിയിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ഫാദറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫാദർ കൃത്യസമയത്ത് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കണം നിർബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കാനായിട്ട് ഒത്തിരി പ്രചോദനം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അവർ വല്യപ്പച്ചനെ ോടുള്ള പേടി കൊണ്ടോ ഒക്കെ ആയിരിക്കാം, പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ ഒരു ടൈം ടേബിളായി, ഒരു അനുഗ്രഹമായി പിൽക്കാലത്ത് രൂപപ്പെട്ടു. അതോടൊപ്പം കുട്ടികളെ ക്രിസ്ത്യൻ ധ്യാനങ്ങൾ, ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ക്രിസ്ത്യൻ ധ്യാനം ഡെവലപ്പ് ചെയ്ത് വരുന്ന കാലങ്ങളായിരുന്നു. കുട്ടികളുടെ ധ്യാനത്തിലൊക്കെ പങ്കെടുപ്പിക്കുക, പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കുട്ടികളെ കൊണ്ടുപോകുക. അങ്ങനെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആരാധനകളുണ്ട്, രാത്രി ആരാധനകൾ, അതുപോലുള്ള ശുശ്രൂഷയ്ക്കൊക്കെ ഇളയ മകളെയായിട്ട് എൻ്റെ വൈഫ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അത് കുഞ്ഞായിരുന്ന കാലത്താണ്, 5 വയസ്സിലൊക്കെ താഴെയുള്ള സമയത്ത് ഈ കുട്ടി
അവിടെ ദേവാലയത്തിലൊക്കെ കിടന്നുറങ്ങും. രാവിലെ ഞങ്ങൾ പോരുമ്പം തിരിച്ച് അവളെ എടുത്ത് ഉറങ്ങുന്ന അവസരത്തിൽ തന്നെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ മക്കൾക്ക് ദൈവവിളി ലഭിച്ചതിൻ്റെ പിന്നിൽ മാതാപിതാക്കളായ ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള ജപമാല പ്രാർത്ഥന അത് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവവിളി ലഭിക്കണമെന്നല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ശരിക്കും അമ്മേ മാതാവേ, ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവവിളി ലഭിക്കാൻ ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ മക്കൾക്ക് ദൈവവിളി കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മൂത്ത ആൾ ലിബിൻ CMI സഭയിൽ വൈദികനായിട്ട് പഠനത്തിനായിട്ട് പോയി. അതുപോലെ തന്നെ മകള് MSMI സഭയിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പോയി. ഇവിടെയെല്ലാം ഈ കുട്ടികൾക്ക് ജപമാലയോട് ഭക്തി കിട്ടിയത് എൻ്റെ പിതാവിൽ നിന്നാണ്, കുടുംബ പ്രാർത്ഥനയിൽ നിന്നാണ്. ജനുവരി 4-ാം തീയതി എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. അത് എൻ്റെ ജീവിത പങ്കാളിയുടെ വേർപാടായിരുന്നു. 2018 ജനുവരി 4-ന് ആ സമയത്ത് ഞാൻ വീട്ടിലില്ല. ഒരു ധ്യാന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വചന ശുശ്രൂഷയ്ക്കായിട്ടൊരു ധ്യാന മന്ദിരത്തിലായിരുന്നു. ഒരു വ്യാഴാഴ്ച ദിവസം രാവിലെ 5 മണിക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ ജീവിത പങ്കാളി പെട്ടെന്ന് തല കറങ്ങി ഉടനെ തന്നെ എൻ്റെ 2ാമത്തെ മകൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ജീവിത പങ്കാളി പെട്ടെന്ന് മരിക്കുകയാണുണ്ടായത്. ഈ സാഹചര്യം ശരിക്കും ഞങ്ങളുടെ കുടുംബത്തെ പിടിച്ചുലച്ച ഒരു സാഹചര്യമായിരുന്നു. അന്ന് എനിക്ക് ഉറപ്പുണ്ട്, ആ നാളുകളിൽ ആ ദിവസങ്ങളിലൊക്കെ ചൊല്ലിയ ജപമാലകൾ, ആ സംഭവം നടന്നതിന് ശേഷം എൻ്റെ പ്രാർത്ഥനയിലുള്ള തീഷ്ണത കുറഞ്ഞു പോകാതെ, പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ചില പരാജയങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ, ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അനേകരെ കണ്ടിട്ടുണ്ട്, അവർ ജപമാലയും അതുപോലെ പ്രാർത്ഥനകളും ഉപേക്ഷിക്കുന്ന അവസ്ഥ. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ കൂടുതൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, പ്രത്യേകിച്ച് ജപമാല ചൊല്ലി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അതുകൊണ്ട് തന്നെയാണ് 10ാമത്തെ ദിവസം, ഈ സംഭവം കഴിഞ്ഞ് 10ാമത്തെ ദിവസം എനിക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ദൈവജനത്തിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് ദൈവം ഇടയാക്കിയത്. അപ്പോൾ അന്നൊക്കെ ജപമാല ചൊല്ലി, നേരത്തെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. യാത്രകളിലും അതുപോലെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ ഒരു പ്രത്യേകത, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, ജീവിത പങ്കാളിയുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പെട്ടെന്ന് നമുക്ക് വലിയ സങ്കടവും ദുഃഖവും വേദനയും ഉണ്ടാവും. പക്ഷേ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയെ, ഈ സങ്കടത്തെ തരണം ചെയ്യാനായിട്ട് ഒരു വലിയ കൃപ മാതാവ് തന്നു എന്ന് വിശ്വസിക്കുന്ന, അത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ആ സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ പ്രത്യാശയോടുകൂടെ വീണ്ടും ജപമാലയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി. അങ്ങനെ പോയത് വഴി കുടുംബത്തിൽ മക്കൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. മക്കളും പ്രാർത്ഥനയിൽ ആശ്രയിക്കുക അല്ലാതെ അവർക്ക് വേറൊരു വഴിയില്ലായിരുന്നു. പ്രത്യേകിച്ച് മൂത്ത ആൾ ഒത്തിരി സങ്കടമായിരുന്നു, അച്ഛന് ഒത്തിരി സങ്കടമായിരുന്നു. അതുപോലെ തന്നെ ഇളയ മകൾക്കും ഈ സംഭവം ഒത്തിരി ഷോക്കായി. വീട്ടിലെ ഉണ്ടായിരുന്ന മകനും ഞങ്ങൾക്കെല്ലാവർക്കും ആ സമയങ്ങളിലൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് അതിൽ നിന്ന് കരയേറാനായിട്ട്
ദൈവം ഇടയാക്കിയത്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് മകളുടെ ജീവിതത്തിൽ. ഇളയ മകളാണ് സിസ്റ്ററായത്. 2017 നവംബർ മാസം 17-ാം തീയതിയാണ് അവൾ രജിസ്ട്രേഷൻ നടന്നത് കോഴിക്കോട് വെച്ച്. അത് കഴിഞ്ഞ് 60-ാമത്തെ ദിവസമാണ് ജീവിത പങ്കാളി മരിക്കുന്നത്. ഈ മകൾക്ക് അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഒത്തിരി സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തന്നെ കോൺവെൻറ്റിൽ പോയി അവധിക്കാലത്ത് വരുന്നതും കാണുന്നതുള്ളൂ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒക്കെ അവിടെ പോകുമായിരുന്നു, അവധിക്ക് കൊണ്ടുവരാനും ഒക്കെ. അങ്ങനെ ചില പ്രത്യേക ആവശ്യങ്ങളിലൊക്കെ പോകുന്നതല്ലാതെ ഇപ്പോൾ ഈ മകൾക്കുള്ള അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ്, ഈ ഒരു സംഭവം അവളുടെ ജീവിതത്തെ ശരിക്കും പിടിച്ചു കുലുക്കി. അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഇത്രയെല്ലാം ഈശോയോടും മാതാവിനോടും മകൾ ചോദിച്ചത്, എന്തിനാണ് എൻ്റെ അമ്മയെ ഇത്ര ചെറുപ്പത്തിൽ, ജീവിത പങ്കാളി മരിക്കുന്ന സമയത്ത് 55 വയസ്സാണ് പ്രായം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഈ കുട്ടി ചോദിക്കുമായിരുന്നു. അപ്പോൾ പാറോപ്പടിയിലുള്ള പ്രൊവിഷണൽ ഹൗസിലെ ചാപ്പലിൽ പലപ്പോഴും ഈ കുട്ടി പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും, അവിടെ ഇരുന്ന് കരയും. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെയാണ് പരിഭവം പറയുന്നത്, അമ്മ എന്തിനാണ്, മാതാവേ എന്തിനാണ് എൻ്റെ അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിച്ചാണ് എൻ്റെ മകൾ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾക്ക് മാതാവിൻ്റെ ഒരു വലിയ അനുഭവം ഉണ്ടായി. മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ആ ചാപ്പലിലുണ്ട്. ആ സ്റ്റാച്ചു അവിടെ നിന്ന് മാതാവ് മിഴികൾ തുറന്ന് അവളെ നോക്കുന്നതും അടുത്തേക്ക് വിളിക്കുന്നതുമായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ഒറ്റയ്ക്കാണ് ചാപ്പലിലുള്ളത്. പെട്ടെന്ന് പരിസരമൊക്കെ നോക്കിയപ്പം വീണ്ടും മാതാവ് അടുത്തേക്ക് വിളിക്കുന്നതായിട്ട് തോന്നി. എഴുന്നേറ്റ് മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും മാതാവ് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ അനുഭവം ഈ കൊച്ച് പിന്നീട് പങ്കുവച്ചു. ആ സമയത്ത് ഈ മകൾക്ക് അനുഭവപ്പെട്ടത് ഹൃദയത്തിലുള്ള എല്ലാ സങ്കടങ്ങളും എടുത്തു മാറ്റിയെന്ന് മാത്രമല്ല, നിനക്ക് അമ്മയായിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞ് മാതാവ് ആശ്വസിപ്പിച്ചു. പിന്നീട് ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സങ്കടം, പ്രയാസം ഈ മകൾ പ്രദർശിപ്പിക്കുന്നതായിട്ട് കണ്ടില്ല. ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ശരിക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം പിന്നീട് ശാലോൺ ടൈംസിൽ അവിടെ നിന്ന് അവർ അൻമേരി സിസ്റ്റർ എഴുതി കൊടുത്ത് ആ സംഭവം വന്നതാണ് പിന്നീട് ഞങ്ങൾക്ക് ആരോ വാട്സപ്പിൽ അയച്ചു തന്ന് ശരിക്കും ഞങ്ങൾ ശാലോൺ ടൈംസിലൂടെ ഞങ്ങൾ ആ സംഭവം കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഈ മക്കളുടെ ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ഒരു വലിയ സങ്കടത്തെ അതിജീവിക്കാനായിട്ട് ജപമാല പ്രാർത്ഥനയാണെന്ന് തീർച്ചയായിട്ടും നിസ്സംശയം എനിക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മൂത്ത മകൻ വൈദികനാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പുരോഹിതനായതിനു ശേഷം ജപമാല പ്രാർത്ഥന കൂടുതലായിട്ടുള്ള വലിയ ആഴങ്ങളിലുള്ള പ്രാർത്ഥനയല്ല, പക്ഷേ ജപമാല പ്രാർത്ഥന ചൊല്ലി ആദ്യകാലങ്ങളിൽ അവിടെ ഒരു സെമിനാരിയുടെ റെക്ടറായിട്ട് മൈനർ സെമിനാരിൽ ശുശ്രൂഷ ചെയ്തു. ആ കാലങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനയിലുള്ള താല്പര്യവും പ്രാർത്ഥനയോടുള്ള ആഭിമുഖ്യവും പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയിലുമൊക്കെയുള്ള ആഭിമുഖ്യങ്ങളാണ് പിന്നീട് ഈ കുറഞ്ഞ കാലത്തിലുള്ള വൈദിക ജീവിതത്തിൽ വളർത്തുന്നതെന്ന് അതെനിക്ക് അറിയാം, വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാം. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ സങ്കടത്തിൽ നിന്ന് കരയേറാനും, നമുക്കറിയാം ഇതുപോലുള്ള ചില സംഭവങ്ങൾ കുടുംബത്തിൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മാത്രമല്ല മക്കളൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്ന സംഭവങ്ങൾ വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷേ അങ്ങനെ ഒരു കാര്യം ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തില്ലെന്ന് മാത്രമല്ല, കൂടുതൽ തീക്ഷ്ണമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ശുശ്രൂഷ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിട്ട് മാതാവ് മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതങ്ങളിലൊക്കെ അന്നും ഇന്നും ശുശ്രൂഷയ്ക്ക് മുൻപ് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയും ജപമാല തന്നെയാണ്. അങ്ങനെ ഈ ജപമാല എത്ര സമയം നമുക്ക് ചെല്ലാൻ, അത് സമയം പോകുന്നത് അറിയാറില്ല. പലപ്പോഴും സമയങ്ങളോളം ഇരുന്ന് ജപമാല ചെല്ലാനായിട്ട് കഴിയും. അതിനുള്ള വലിയൊരു അനുഗ്രഹം
ഞങ്ങളുടെ മുണ്ടക്കയത്ത് തന്നെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. മണിക്കൂറുകളോളം അവിടെ ഈശോയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിപ്പോഴും സാധിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ പിന്നീട് വന്ന എല്ലാ തടസ്സങ്ങളും ശുശ്രൂഷ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോവിഡിൻ്റെയൊക്കെ സാഹചര്യങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും പരാധീനതകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ജപമാല പ്രാർത്ഥനയിൽ ആശ്രയിക്കാൻ, കുടുംബത്തിൽ ജപമാല പ്രാർത്ഥന ചെല്ലാൻ, കൃത്യമായിട്ടും സന്ധ്യാപ്രാർത്ഥനയിൽ ജപമാല കൃത്യമായിട്ടും ചൊല്ലി മുടക്കമില്ലാതെ മക്കളോടുമായിട്ട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ അതിനുശേഷം ഈ ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷം അല്പം പോലും വിശ്വാസത്തിലോ പ്രാർത്ഥനയിലോ പിന്നോട്ട് പോവുകയല്ല ചെയ്തത്. യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഒരു പടി കൂടി മാതൃഭക്തിയിലേക്ക് വളരാനായിട്ട് കഴിഞ്ഞു. കാരണം ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം അറിയാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. പക്ഷേ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ്. ഒട്ടേറെ ജപമാലകൾ കഴിഞ്ഞ നാളുകളിൽ ചൊല്ലി പ്രാർത്ഥിച്ചത് ഒരു നിക്ഷേപമായിട്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പലപ്പോഴും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയത്ത് ഒരു കുടുംബത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ എത്രമാത്രം പ്രാർത്ഥിക്കാമോ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമോ, അത്രയും പ്രാർത്ഥനകൾ ചൊല്ലുന്നത് പിന്നീട് നമ്മൾ ജീവിതത്തിൽ തരണം ചെയ്യേണ്ട ദുർഘട സാഹചര്യങ്ങളെ വളരെ വിശ്വാസപൂർവ്വം ധൈര്യപൂർവ്വം തരണം ചെയ്യാനായിട്ട് അത് ഒരു വ്യക്തിക്ക് കഴിയും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ ജീവിത പങ്കാളിയുടെ മരണത്തെ എനിക്ക് അഭിമുഖീകരിക്കാനായിട്ട് കഴിഞ്ഞത്. ഞാൻ ഇപ്പോൾ ശുശ്രൂഷ മേഖലകളിലൊക്കെ സജീവമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടവക ധ്യാനങ്ങൾ, കുട്ടികളുടെ ശുശ്രൂഷകൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ജപമാല പ്രാർത്ഥന അത് വലിയ സ്ഥാനം ശുശ്രൂഷ മേഖലകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ധ്യാനങ്ങളിലും അതുപോലെയുള്ള ശുശ്രൂഷകളിലുമൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങി ജനത്തെ കൊണ്ട് ജപമാല ചൊല്ലിക്കുമ്പോഴൊക്കെ ശരിക്കും നല്ല വിടുതലിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതിന് ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുൻപ് തന്നെ അഖണ്ഡ ജപമാല എന്ന് പറയുന്ന 101 മണിക്കൂർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധമുണ്ടായി. അങ്ങനെ ജപമാല ചൊല്ലി പല സ്ഥലങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വേളാങ്കണ്ണി പള്ളിയിൽ 5 ദിവസം തുടർച്ചയായിട്ട് ജപമാല ചൊല്ലിയ വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ താമസിച്ചുകൊണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഇടവകളിലും ഇപ്പോഴും അങ്ങനെയൊരു ശുശ്രൂഷ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുണ്ടക്കയത്ത് ലാറ്റിൻ പള്ളിയിൽ 101 മണിക്കൂർ ജപമാല നടന്നു. ഈ ഓഗസ്റ്റ് മാസം 8-ാം തീയതി വീണ്ടും 101 മണിക്കൂർ ജപമാലയുണ്ട്. എല്ലാ മാസങ്ങളിലും ഒരു ദിവസം പൂർണ്ണമായിട്ട് അഖണ്ഡ ജപമാല ചൊല്ലുന്ന ഒരു പതിവ് ഇപ്പോഴും ഉണ്ട്. ഈ ജപമാല പ്രാർത്ഥനകളിൽ അന്ന് പങ്കെടുത്ത് ആയിരക്കണക്കിന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് വഴി ശുശ്രൂഷ ജീവിതത്തിലേക്ക് വളർന്നു വരാനും ശുശ്രൂഷ മേഖലകളിൽ ഒത്തിരിയേറെ മാതാവിൻ്റെ ഇടപെടൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. രോഗസൗഖ്യങ്ങൾ ഉൾപ്പെടെ സാധാരണയായിട്ട് ശുശ്രൂഷകരായ നമ്മൾക്കൊക്കെ അറിയാം, ശുശ്രൂഷ ജീവിതത്തിൽ പല വ്യക്തികളെയും കണ്ടുമുട്ടുമ്പോൾ അവരെ നമ്മൾ ഈശോയിലേക്കും മാതാവിലേക്കുമാണ് അടുപ്പിക്കുക. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായിട്ടുള്ള ഇടപെടലിനെക്കുറിച്ച് പിന്നീട് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ നേരത്തെ പങ്കുവച്ചതും അല്ലാത്തതുമായ ധാരാളം സംഭവങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മാതാവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശുശ്രൂഷകളിലൊക്കെ കണ്ടുവരുന്നത് ഈ ജനത്തിന് എന്തെങ്കിലും ഒരു ഇടപെടൽ
അപ്പോൾ ചില കുട്ടികളുടെയൊക്കെ ശുശ്രൂഷകളിൽ കുട്ടികളെയൊക്കെ പെട്ടെന്നൊന്ന് സൈലൻ്റ് ആക്കി ഇരുത്താൻ ശുശ്രൂഷയിലേക്ക് കയറാൻ പോലും പ്രയാസമുള്ള സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും അവരെ ചേർത്ത് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കുട്ടികളിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അത് പിൽക്കാലത്ത് ജപമാലയിൽ വ്യക്തിപരമായിട്ട് കൂടുതൽ ആശ്രയിക്കാനും മറ്റുള്ളവരോട് പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ സാഹചര്യം ഉപയോഗിച്ച് ഇപ്പോൾ ഈ അഖണ്ഡ ജപമാല പ്രാർത്ഥന മാസത്തിൽ ഒരിക്കൽ, അത് മിക്കവാറും 13-ാം തീയതിയോട് ചേർന്ന് ഉള്ള ഒരു ദിവസമായിരിക്കും അത് നടത്തുക. അങ്ങനെ ചെയ്യുന്നത് വഴി ധാരാളം ആളുകൾ പങ്കുവച്ച ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് 101 മണിക്കൂർ അഖണ്ഡ ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികൾ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അനുഭവം. എല്ലാവരും മുഴുവൻ സമയവും രാവും പകലും പങ്കെടുക്കണമെന്നില്ല. സാമാന്യമായിട്ടുള്ള സാധാരണ ജനങ്ങൾ പകൽ വന്ന് പങ്കെടുക്കും. അങ്ങനെ 5 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പം ഒരു വലിയ ധ്യാനം കൂടിയ, നല്ലൊരു ധ്യാനം കൂടിയ, ശരിക്കും ജപമാല പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയാണ് ശുശ്രൂഷ നയിക്കുന്നത്, അമ്മയാണ് ധ്യാനിപ്പിക്കുന്നത്. നമുക്കറിയാം, അമ്മയുള്ളിടത്ത് ഒരു കുറവും വരില്ല. ഈശോ അമ്മ പറയുന്നതെല്ലാം ഈശോ ചെയ്തു തരും. അങ്ങനെ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ മാതാവ് ഇടപെട്ടതും അവരുടെ ജീവിതങ്ങളിൽ മാതാവ് വൻ കാര്യങ്ങൾ ചെയ്തതും പങ്കുവെക്കുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ കേട്ടപ്പോഴും കണ്ടു മനസ്സിലാക്കിയപ്പോഴും വീണ്ടും വീണ്ടും മാതൃഭക്തിയിലേക്ക്, ജപമാലയിലേക്ക് സ്വയം വളരാനും മറ്റുള്ളവരെ വളർത്താനും ഒക്കെ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്.